നമസ്തേ, രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ഷേത്ര സഞ്ചാരം എത്തി നിൽക്കുന്നത് ഭൂലോക വൈകുണ്ഠമായ ഗുരുഭവനപുരിയിൽ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ മണ്ണിലാണ്. ഇവിടെ ഗുരുവായൂരപ്പനെ ദർശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ദർശിക്കേണ്ട ഒരു ക്ഷേത്രമുണ്ട്, മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഭഗവാൻ മഹാദേവൻ ഇവിടെ ശ്രീ പാർവതീ ദേവിയോടൊപ്പം ആനന്ദ സ്വരൂപനായിട്ടാണ് കുടികൊള്ളുന്നത്. മാത്രമല്ല, ശിവപുത്രന്മാരുടെ സാന്നിധ്യം കൂടി ഉള്ളതിനാൽ ശിവകുടുംബത്തിന്റെ മുഴുവനായിട്ടുള്ള ചൈതന്യം ആവാഹിച്ചു വെച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടെ മഹാവിഷ്ണുവിന് വേണ്ടിയിട്ടും പ്രതിഷ്ഠയുണ്ട്. പരശുരാമ പ്രതിഷ്ഠിതമായ അതിപുരാതനമായ 108 ശിവാലയങ്ങളിൽ ഉൾപ്പെട്ട ഈ ക്ഷേത്രത്തിനെ കുറിച്ച് നമുക്കിന്ന് പറഞ്ഞു തുടങ്ങണം. അതിനായി മമ്മിയൂരപ്പനും ശ്രീ ഗുരുവായൂരപ്പനും നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഏകദേശം 200 മീറ്റർ അകലെയായി മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ അതിപുരാതനമായ ക്ഷേത്രം പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൃഷ്ണശിലയിൽ ചുറ്റമ്പലം നിർമ്മിച്ച് ചെമ്പോലമേഞ്ഞ് സമർപ്പിക്കുക എന്നത് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലെ പ്രധാന കർത്തവ്യമാണ് എന്ന് ഇവിടുന്ന് അറിയുവാൻ കഴിഞ്ഞു. ഈ ക്ഷേത്രത്തിന് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തോളം തന്നെ പഴക്കമുണ്ട് എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ക്ഷേത്ര ഐതിഹ്യത്തിൻ്റെ കാര്യത്തിലും 2 ക്ഷേത്രങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിനു ശേഷം ദ്വാരക പ്രളയത്തിൽ മുങ്ങിയ സമയത്ത് ജലോപരിതലത്തിൽ അഞ്ജനാശിലയിലുള്ള അതീവ ദിവ്യമായ ചതുർഭുജ മഹാവിഷ്ണു വിഗ്രഹം പൊങ്ങിക്കിടന്നു. ഭഗവാന്റെ മാതാപിതാക്കളും സ്വയം ഭഗവാനും പൂജ ചെയ്ത ആ ദിവ്യ വിഗ്രഹം എങ്ങനെയാണ് ദ്വാരകയിൽ എത്തിയത് എന്ന കഥ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ബ്ലോഗിൽ പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ആ ദിവ്യ വിഗ്രഹം കടലിൽ നിന്നും വീണ്ടെടുത്ത് അനുയോജ്യമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കണം എന്ന് അവതാരം ഉപസംഹരിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സന്തത സഹചാരിയും മഹാഭക്തനുമായ ഉദ്ധവരോട് പറയുന്നു. ഉദ്ധവരുടെ നിർദ്ദേശാനുസരണം ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും കൂടി കടലിൽ നിന്നും ആ ദിവ്യമായ വിഗ്രഹം വീണ്ടെടുത്ത് അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ച് ആകാശമാർഗേണെ സഞ്ചരിച്ച് അവസാനം രുദ്രതീർത്ഥകരയിൽ എത്തിച്ചേരുന്നു. പ്രാചീന ബർഹിസിന്റെ പുത്രന്മാരായ മഹാഭക്തന്മാരായ പ്രജേതസ്സുകൾ ഈ തീർത്ഥക്കരയിൽ തപസ് ചെയ്യുന്ന വേളയിൽ സാക്ഷാൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ഭഗവാനെ ആരാധിക്കുവാനായി രുദ്രഗീതം ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെയാണ് രുദ്രതീർത്ഥം എന്ന പേര് ഈ തീർത്ഥത്തിന് കൈവരുന്നത്. ഇത് സാക്ഷാൽ ഗുരുവായൂർ തീർത്ഥക്കുളം തന്നെയാണ് എന്നാണ് ഐതിഹ്യം. എന്തായാലും ഗുരുവും വായുവും ഈ വിശാലമായ തീർത്ഥത്തിൽ പാർവതീ പരമേശ്വരന്മാരെ ദർശിക്കുകയും അപ്പോൾ ഭഗവാനോട് തന്നെ തങ്ങളുടെ കയ്യിലുള്ള ദിവ്യമായ വിഗ്രഹം എവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. രുദ്രതീർത്ഥത്തിൻ്റെ തെക്കേ കരയിൽ പ്രതിഷ്ഠിക്കുവാൻ കൈലാസനാഥൻ നിർദ്ദേശിക്കുകയും അങ്ങനെ ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠ നടത്തി വിശ്വകർമാവ് ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. അതാണ് പിന്നീട് പ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രമായി മാറുന്നത്. ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠയ്ക്കായി സ്ഥലം നിർദ്ദേശിച്ച മഹാദേവൻ കുറച്ചു മാറി സ്വയംഭൂലിംഗസ്വരൂപത്തിൽ സാന്നിധ്യം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് കാരണഭൂതനായ മഹേശ്വരന്റെ മഹിമ മാലോകരിങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ സ്ഥലത്തിന് മഹിമയൂർ എന്ന പേര് വരികയും അത് ലോപിച്ച് മമ്മിയൂർ ആയി മാറുകയും ചെയ്തു എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. കിഴക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ മുഖമണ്ഡപത്തോടുകൂടിയ ഇരുനില ചതുര ശ്രീകോവിലിൽ ദിവ്യമായ ശിവലിംഗത്തിൽ സാക്ഷാൽ കൈലാസനാഥൻ മമ്മിയൂരപ്പനായി പരിലസിക്കുന്നു. ശ്രീ പാർവതീദേവിയുടെ അദൃശ്യ സാന്നിധ്യം ഭഗവാനോടൊപ്പം എപ്പോഴുമുണ്ട് എന്നാണ് വിശ്വാസം. അതിനാൽ ദേവിക്ക് വിഗ്രഹപ്രതിഷ്ഠ ഇല്ലെങ്കിലും ശിവശ്രീകോവിലിൻ്റെ പിൻഭാഗത്ത് പടിഞ്ഞാറ്റ് ദർശനമായി ശ്രീ പാർവതീദേവിയുടെ ചിത്രം വെച്ചിട്ടുണ്ട്. അവിടെ കെടാവിളക്ക് കത്തുന്നുമുണ്ട്.
ശിവശ്രീകോവിലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന ചതുര ശ്രീകോവിലിൽ ചതുർഭുജ വിഗ്രഹത്തിൽ സാക്ഷാൽ വൈകുണ്ഠനാഥൻ കുടികൊള്ളുന്നുണ്ട്. ഈ ശ്രീകോവിലിനു മുമ്പിൽ ഒരു നമസ്കാര മണ്ഡപമുണ്ട്. രണ്ട് ശ്രീകോവിലിൻ്റെയും പുറം ഭിത്തികളിൽ അനേകം ചുമർ ചിത്രങ്ങളുമുണ്ട്. രണ്ട് ശ്രീകോവിലുകളുടെ മുമ്പിലും ബലിക്കല്ലുകളുണ്ട്. നാലമ്പലത്തിനകത്ത് തന്നെ ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ എന്നീ ഉപദേവതമാർ കുടികൊള്ളുന്നുണ്ട്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പല വ്യത്യാസങ്ങളും ഇപ്പോൾ ഇവിടെയുണ്ട്. നാലമ്പലത്തിന് പുറത്ത് ഭദ്രകാളി, സർപ്പക്കാവ്, ബ്രഹ്മരക്ഷസ് എന്നീ ഉപദേവതമാരും കിഴക്കേ ഗോപുരത്തിന് പുറത്ത് ഒരു ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. ഒരു കാവിൻ്റെ പ്രതീതിയും ശക്തിയും ജനിപ്പിക്കുന്ന ഇവിടുത്തെ ഭദ്രകാളി പ്രതിഷ്ഠ എടുത്തു പറയേണ്ടതാണ്. മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ഉഗ്രസ്വരൂപിണിയായ അമ്മയുടെ ആ സാന്നിധ്യം എപ്പോൾ ഇവിടെ വരുമ്പോഴും ഏറെ ശ്രദ്ധിക്കുന്ന ഒരു ദൃശ്യമാണ്. നിത്യേനെ 3 പൂജകളുള്ള ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രികാധികാരം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാരായ ചേനാസ് മനയ്ക്ക് തന്നെയാണ്. ശിവനും വിഷ്ണുവിനും മറ്റു ഉപദേവതമാർക്കും വെവ്വേറെ വഴിപാടുകൾ ചെയ്യുവാനുള്ള സൗകര്യവും ഈ ക്ഷേത്രത്തിലുണ്ട്. ശിവരാത്രി, നവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര, അഷ്ടമിരോഹിണി എന്നിങ്ങനെ ഒത്തിരി ആണ്ടുവിശേഷങ്ങൾ ഇവിടെയുണ്ട്. പ്രദോഷം അതിവിശേഷമാണ്. ശിവരാത്രിക്ക് മുന്നോടിയായി 3 ദിവസം മത്തവിലാസം കൂത്തു നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. 3 അതിരുദ്ര മഹായജ്ഞങ്ങളും തുടർച്ചയായി 24 മഹാരുദ്രയജ്ഞങ്ങളും നടന്ന ക്ഷേത്രം എന്ന ഖ്യാതി കൂടി ഈ ക്ഷേത്രത്തിന് അവകാശപ്പെട്ടതാണ്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ മമ്മിയൂരപ്പനെ കൂടി ദർശിക്കണം എന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുതു കഴിഞ്ഞ് ഉപദേവതയായ ഇടത്തരികത്തുകാവ് ഭഗവതിയെ തൊഴുത് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ കിഴക്കേ വടക്കേ മൂലയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് ദിശ നോക്കി മമ്മിയൂരപ്പനെ ധ്യാനിച്ചു തൊഴുന്ന രീതിയും ഭക്തജനങ്ങൾ അവലംബിച്ചു പോരാറുമുണ്ട്. ക്ഷേത്രം പണ്ട് 72 ഇല്ലങ്ങളുടേതായിരുന്നുവെന്നും അവർ അന്യം നിന്നപ്പോൾ സാമൂതിരിയുടേതായും തീർന്നു എന്നും വാമൊഴികളുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഭഗവതിയാണ് ആദ്യം ഗുരുവായൂരിൽ സാന്നിധ്യം ചെയ്തത് എന്നും ആ അമ്മയുടെ ഊരാണ് മമ്മിയൂർ ആയത് എന്നും ഒരു വാദമുണ്ട്. ശൈവ വൈഷ്ണവ ശക്തികൾ തുല്യ പ്രാധാന്യത്തോടുകൂടി കുടികൊള്ളുന്ന ഈ പുണ്യഭൂമി ഹരനും ഹരിയും ഒന്നാണ് എന്ന ദിവ്യമായൊരു ചിന്ത കൂടി പങ്കുവെക്കുന്നുണ്ട്. ഗുരുവായൂരപ്പന് വേണ്ടി സ്ഥലം കൊടുത്ത മമ്മിയൂരപ്പൻ കുടികൊള്ളുന്ന ഈ പുണ്യക്ഷേത്രം സർവപ്രപഞ്ചത്തിനും ആധാരഭൂതനായ സർവേശ്വരൻ ഏകനാണെന്നും ഭേദബുദ്ധി ഉടലെടുക്കുന്നത് മായയിൽ മുഴുകിയ അപക്വമായ ലൗകികമായ മനസ്സുകളിൽ മാത്രമാണെന്നും പറഞ്ഞു വയ്ക്കുന്നുമുണ്ട്. കൈലാസനാഥനും വൈകുണ്ഠനാഥനും ശിവകുടുംബം മുഴുവനും ഭദ്രകാളി അമ്മയും പരിലസിക്കുന്ന ഈ പുണ്യഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഉച്ചരിച്ച എല്ലാ വാക്കുകളും മമ്മിയൂരപ്പൻ്റെയും പൊന്നുഗുരുവായൂരപ്പൻ്റെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവമംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. ഇനി വേറൊരു പുണ്യഭൂമിയിൽ വെച്ച് കാണും വരെയും തൽക്കാലത്തേക്ക് വിട. ഓം നമോ നാരായണായ. ഓം നമഃ ശിവായ.